ഭാരത് മാതാ സങ്കല്പം ശക്തമായത് അടിയന്തരാവസ്ഥ കാലത്തെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. ഭാരത് മാതാവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം ശക്തമായതും ജയിലിൽ കിടക്കുമ്പോഴാണ്. ഭാരത് മാതാ സങ്കല്പം തെളിമയോടെ ഈ കാലഘട്ടത്തിൽ മനസ്സിലായെന്നും ജന്മഭൂമിയിൽ നൽകിയ അഭിമുഖത്തിൽ ഗവർണർ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, വീണ്ടും ഈ കാര്യത്തിൽ വിശദീകരണവുമായി ഗവർണർ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലിന് അദ്ദേഹം നൽകിയ അഭിമുഖമുണ്ടായിരുന്നു. അതിൽ ഇത് രാഷ്ട്രീയവത്കരിച്ചത് സംസ്ഥാന സർക്കാരാണ് എന്ന് ഒരു പരാമർശം നടത്തിയിരുന്നു. ഇപ്പോൾ ജന്മഭൂമിയോട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഭാരത് മാതാവിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് വർണ്ണിക്കുകയാണോ? തീർച്ചയായും എന്ന് വെച്ചാൽ അതാണ് ഭാരത് മാതാവ് എങ്ങനെയാണ് തൻ്റെ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തിയത് എന്ന കാര്യം പറയാനായിരുന്നു ഈ ഇൻ്റർവ്യൂയുടെ ഭാഗമായുള്ള വിശദീകരണം വരുന്നത്. അച്ഛനെ ഞാൻ ജയിലിൽ കണ്ടു എന്ന അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മകളാണ് ഈ ഇൻ്റർവ്യൂവിൽ പ്രധാനമായി വിശദീകരിക്കുന്നത്. ഗവർണറുടെ സ്റ്റാഫും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായ പി ശ്രീകുമാറാണ് ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു ഭാഗത്താണ് ജയിലിൽ കിടക്കുമ്പോൾ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഗവർണർ. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ എത്തിയതിനു ശേഷമാണ് തൻ്റെ പിതാവ് രാജേന്ദ്രയും ജയിലിലുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ പിതാവിനെയും കണ്ടതിന് ശേഷമാണ് അപ്പോൾ തൻ്റെ മാതാവിനെക്കുറിച്ച് അമ്മ എന്ത് ചെയ്യും, അമ്മ ഒറ്റയ്ക്കാകില്ലേ തുടങ്ങി ചിന്തകൾ വരുന്നത്. അതിന് പിന്നാലെയാണ് ഭാരത് മാത എന്ന സങ്കല്പത്തെക്കുറിച്ച് കൂടുതൽ തെളിമയായി മനസ്സിലാക്കുന്നത്. അതിനുശേഷം കൂടുതൽ വിശദമായി ഭാരത് മാതയെക്കുറിച്ചും ഉള്ളിൽ മനസ്സിലാക്കി. പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആണ് തനിക്ക് ഭാരത് മാത എന്നും ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നു. അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് മുഴുവൻ സമയ സംഘപ്രവർത്തകനായി അദ്ദേഹം മാറുന്നത്. അദ്ദേഹം ഡിഗ്രി പഠനം പൂർത്തിയാക്കി തൊട്ട് പിന്നാലെ പൂർണ്ണതോതിൽ സംഘപ്രവർത്തകനായി മാറിയെന്നും ഇൻ്റർവ്യൂവിൽ പറയുന്നു. എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു വിശദീകരണം. ഒരു ഭാഗത്ത് ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം, സർക്കാർ അത് രാഷ്ട്രീയമായി തന്നെ നേരിടുകയും അതിനെതിരെ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഗവർണറുടെ സ്റ്റാഫ് കൂടിയായ പി ശ്രീകുമാറിൻ്റെ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് തനിക്ക് ഭാരത് മാത എന്ന സങ്കല്പം സങ്കല്പത്തിലേക്ക് എത്തുന്നത്, അതെങ്ങനെയാണ് തൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻ്റർവ്യൂവിലൂടെ പറയുന്നത്. അനുജ, ഗവർണറുടെ വിശദീകരണമാണ് ഭാരതാംബയുമായി ബന്ധപ്പെട്ട് ജന്മഭൂമിയിലുള്ളത്.